വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മന്ത്ലി ആമസോൺ ഹോളാണ്. നിങ്ങൾക്കറിയാം മന്ത്ലി ആമസോൺ ഹോൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ആമസോൺ ഒട്ടുക്കത്തെ സെയിലാണ് മക്കൾ, ഭയങ്കര വലിയ സെയിലാണോ. ഞാൻ കുറേ സാധനങ്ങൾ ലൈക്ക് എനിക്കിങ്ങനെ വാങ്ങണമെന്നുണ്ടായിരുന്നത് കുറച്ച് പ്രൈസ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ഹോൾ കൂടി കണ്ടിട്ടോ, കുറച്ച് ചെറിയ സാധനങ്ങൾ ഞാൻ മേടിച്ചു പോയി. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചധികം ദിവസം നിങ്ങൾ ഇതേ സാധനങ്ങൾ കാണേണ്ടി വരും. കുറച്ചധികം കഴിഞ്ഞ് നമ്മൾ അടിപൊളി ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതാണ്. ജസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സിൽ ഒരു മന്ത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പം ഞാനൊരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് നോ മേക്കപ്പ് ഒന്നുമില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. വേറെ മേക്കപ്പും ഇല്ല. ബിക്കോസ് എനിക്ക് ചില ദിവസം അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വലിയ മൂടൊന്നും ഉണ്ടാവാറില്ല. ആൻഡ് ഹെയറും ഈരിട്ട് കൂടി ഇങ്ങനെ ഇട്ടെടുക്കുക കേട്ടോ. പക്ഷെ എനിക്ക് ചില സമയത്ത് എൻ്റെ കൂടി ഈരാണ്ടിടുമ്പോഴാണ് കുറച്ച് രസം തോന്നാറുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഈ വീട്ടിൽ ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങാൻ വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ മനസ്സിലാവുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുള്ള സാധനം കേട്ടോ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഇത് എന്താണെന്ന് വെച്ചാൽ ഹെയർ വേവറാണ് കേട്ടോ. അതിന്റെ കളർ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ പിങ്ക്, പിങ്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ മെർമൈഡ് കേൾസ് ഒക്കെ ഭയങ്കര ഇന്നല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു സാധനമാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുടി ഇങ്ങനെ എടുക്കും. ഇതിലൊരു സാധനം ഉണ്ട്, നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേൾസ് ഇങ്ങനെ വരും, ഇങ്ങനെ വെച്ചെടുക്കും. അപ്പോൾ ഒരു മെർമൈഡ് കേൾസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരാൻ പറ്റിയ സാധനമാണ്. ആൻഡ് ദിസ് ഇസ് സോ ആസ്തറ്റിക്. ഞാൻ വല്ല ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇൻസ്റ്റാഗ്രാം ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ആസ്തറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വർക്ക് ചെയ്യുന്നത് വിചാരിക്കണം. ബിക്കോസ് ഞാനത് വർക്ക് ചെയ്യുന്നത് കുറേ യൂട്യൂബേഴ്സ് അതിന് കണ്ടിട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പം നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നവരല്ലോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് എന്തായാലും ഇടാം. ഈ ബ്യൂട്ടിഫുൾ പിങ്ക് കളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുള്ളതാണ്. ലെങ്സ് ആണ് ഇത്. അക്വ കളറിന്റെ സ്ലിപ്പ് ഓൺ 10 ലെങ്സ് പാക്ക് ഡെയിലി ലെങ്സ് ആണ്. ഞാനിപ്പോൾ കുറേ ദിവസമാണെങ്കിൽ ലെങ്സ് ഇടാറില്ല, ഭയങ്കര റയറായിട്ട് ഞാൻ ലെങ്സ് യൂസ് ചെയ്യാറുള്ളൂ. സോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് വാങ്ങിച്ച് നോക്കാം. ഇപ്പോൾ കുറേ കാലമായിട്ടില്ലല്ലോ, അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. സോ ഇത് ബ്രൗൺ ആണ് കേട്ടോ. ഇപ്പം എനിക്ക് ബ്രൗൺ ലെങ്സ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഗ്രേ എനിക്ക് മാച്ചാണ്. അതല്ലാണ്ട് ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ ബ്ലൂ ലെങ്സ് അല്ലെങ്കിൽ ഭയങ്കര അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഉടനെ എനിക്കത് കറക്റ്റ് ആവാറില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും യൂസ് ചെയ്യായിരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് ബ്ലാക്ക് ഐസ് ആണ് ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ ഇടയ്ക്ക് ബ്രൗൺ ഒക്കെ ഇടയ്ക്ക് രസമാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സൺഗ്ലാസ് ഗേൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഭയങ്കര വലിയ ബ്രാൻഡിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ പൊതുവെ അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് ഇഷ്ടം. അങ്ങനെ ബ്രാൻഡ് പേഴ്സൺ അല്ല. പക്ഷേ എനിക്കറിയാം ഞാൻ വാച്ച് പേഴ്സൺ അല്ല. ഉള്ള വാച്ചുകൾ ഞാൻ കേട്ടാറില്ല. പക്ഷെ വാച്ച് അങ്ങോട്ട് എത്ര നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. അതൊക്കെ മനസ്സിലായോ. പക്ഷേ ഞാനൊരു സൺഗ്ലാസ് പേഴ്സണാണ് ഗൈസ്. ഒരു സൺഗ്ലാസ് പേഴ്സണാണ് ഞാൻ, അതിലിപ്പോൾ ഒന്നും പറയാനില്ല. സോ അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ചധികം സൺഗ്ലാസുകൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ അടുത്ത് തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് സൺഗ്ലാസിൻ്റെ ഒരു കളക്ഷൻ കാണിക്കാണ്ട്. അപ്പോൾ അടുത്ത എവിടെയെങ്കിലും ഞാൻ വീഡിയോ ചെയ്യാം. അതിന് മുമ്പ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ്. ഇത് ലെൻസ് കാർഡിൻ്റെ ഗുൽമ കളക്ഷനിലുള്ളതാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. എനിക്കിത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എനിക്ക് ഓക്കെ ഇത് ഞാൻ കളയാട്ടോ. ഓക്കെ, ഇത് മറ്റേ ഫ്രീ ടൈം പോലെ എനിക്ക് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ പറയാം എനിക്കിത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഐ എം വെരി കൺഫ്യൂസ്ഡ്. ഓക്കെ, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഇതെനിക്ക് ഭംഗിയുണ്ടോ ഇല്ലയോ, ഇതിന് കയ്യിൽ വെക്കണോ എന്നുള്ളത്. ബിക്കോസ് ഒന്നാമത് എനിക്കിത് വെച്ച കണ്ണ് കാണില്ല. ഭയങ്കര ടിൻറ്റഡ് ആയിട്ടുള്ളത്, ഭയങ്കര ടിൻറ്റഡാ. തീരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ടിൻറ്റഡാ. ഇത്ര ടിൻറ്റഡ് ആവേണ്ട ആവശ്യമൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് വെരി ടിൻറ്റഡ്. ഒരുമാതിരി കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്പ് ടിൻറ്റഡ് ആണ്. കണ്ടോ, വെരി നൈസ്. പിന്നെ എൻ്റെ ഫേസിൽ എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് വലിയ ഗ്ലാസ് വലിയ ഭംഗിയിലായി. അതെന്താ എൻ്റെ ലോജിക്കെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫേസ് അത്ര ചെറിയ ഫേസ് ഒന്നും അല്ല. ബട്ട് എനിക്ക് വലിയ ഗ്ലാസ്സിൽ ഭംഗിയില്ല. എനിക്ക് എപ്പോഴും ചെറിയ ഗ്ലാസ് ഭംഗി. എനിക്ക് ഈ സാധനം കട്ട് ചെയ്ത് കളയാൻ എൻ്റെ മനസ്സിലുണ്ട്. പ്രോബ്ലം ഇസ് ദാറ്റ് ഐ ജസ്റ്റ് കൺഫ്യൂഷൻ. എനിക്ക് മില്ലുബിനോടും കൂടി ഒന്ന് ചോദിക്കണം. പിന്നെ ഞാൻ വാങ്ങിയത് പൗഡർ പഫ്. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ കണ്ണിൻ്റെ ഇടയിലെ കളർ ബ്ലറായിരിക്കും കാണാറില്ല. അപ്പോൾ നല്ല പൗഡേഴ്സൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സ്കിന്നിലേക്ക് ആവുകയും ചെയ്ത് ബ്ലറി ഫീൽ കിട്ടും കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ഫേസ് ഭയങ്കര ഇതാകാമെന്ന് വിചാരിക്കും. ലൈക്ക് ഇപ്പോൾ ഭയങ്കര
ഭയങ്കര ഓയിലി ഇതൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ പൗഡർ എടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിട്ട് വെക്കും. മറ്റേ ഇത് ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് 50 രൂപ 60 രൂപ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നല്ല വലുതാണ്. ഞാൻ പണ്ട് മീഷോന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചില ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന പോലെ ഇറ്റ്സ് റിയലി ഗുഡ്. ദെൻ നമ്മുടെ പുതിയ ക്രോക്സ്. വൈറ്റ് ആണ്, നോർമൽ വൈറ്റ് ആട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഒരു ക്രോക്സ് ഉണ്ടായിരുന്നു. കുറച്ചൊരു മഞ്ഞിലായിരുന്നു ആക്ച്വലി. എന്നുവെച്ചാൽ അതിങ്ങനെ വൈറ്റിൻ്റെ അത് ഇത്ര ചങ്കി അല്ല, ഇത് കുറച്ചൊരു ചങ്കി ഫീലാണ്. സൈഡിൽ ഇങ്ങനെ മഴവില്ല് പോലുള്ള ക്രോക്സ് ആയിരുന്നു കേട്ടോ. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇത് നോർമൽ ക്രോക്സ്, വൈറ്റ് ക്രോക്സ് അത്രേ ഉള്ളൂ. ഇത് കുറച്ചൊരു പൊടിക്ക് വലുതുപോലെ തോന്നണം, പക്ഷേ ഇത് എൻ്റെ സൈസ് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഇത് ഞാൻ അപ്പം ആ ക്രോക്സ് എൻ്റെ നായ്ക്കുട്ടി എനിക്കൊന്ന് അക്കീറ തോന്നുന്നു അവിടെ ഉള്ളപ്പോൾ അത് കടിക്കുകയൊക്കെ ചെയ്തു. സോ അക്കീറാണോ ഇവിടെ വന്നിട്ട് ലോഗനാണ് ആരോ കടിച്ചു. അത്യാവശ്യം നല്ല സെയിൽ ഉള്ളതുകൊണ്ടാണ് വാങ്ങിയത് കേട്ടോ. 2700 സംതിങ് 3000 അടുത്ത് എനിക്ക് എന്തോ കിട്ടിയത്. ഇപ്പം അതിനൊക്കെ വളർന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള മറ്റേ സാധനം ജിമ്മിങ്സ് അല്ല പിന്നെ ക്ലോത്ത്സിൻ്റെ ആക്സസറീസ് ഉണ്ടല്ലോ, അത് ഞാൻ അടിപൊളി സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്, കുറച്ച് കല്ല് വെച്ചൊക്കെ. സോ അത് എത്തിക്കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് നമ്മൾ ഷോർട്സിൽ കാണില്ല കേട്ടോ. ജിം ഷൂസ്, എൻ്റെ 2 ജിം ഷൂസ് നായ്ക്കുട്ടികൾ കടിച്ചു. ബേസിക്കലി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വിചാരിക്കുന്നത് എന്ത് ഇത്രയധികം കടിക്കണത്. എനിക്ക് ഫുൾ ഡോഗ്സ് ആണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഡോഗ്സ്, അവിടെ പോയി കഴിഞ്ഞാൽ 3 ഡോഗ്സ് അങ്ങനെ. ഓക്കെ, സോ അങ്ങനെ ഞാൻ പുതിയ ജിം ഷൂസ് മേടിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വില തന്നെ മേടിച്ചത്. ഒരു 600-700 റുപ്പീസിൻ്റെ 700 റുപ്പീസിൻ്റെ സാധാ ഒരു ജിം ഷൂസ് ഉണ്ട്. വില കൂടി മേടിക്കാനുള്ള ഒരു ഇതില്ല. ബിക്കോസ് കടിച്ച് പ്രാന്തായോടെയാണ് ഞാൻ വിചാരിച്ചു സാധാ ഒരു പിങ്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു സാധാ ജിം ഷൂസ് എനിക്ക് മേടിച്ചോളൂ. ബിക്കോസ് എനിക്ക് വയ്യ, ഞാൻ മേടിക്കുന്നവർക്ക് തിന്നാൻ കൊടുക്കും, തിന്നല്ല കടിക്കുള്ളൂ, കടിച്ചാൽ കളയും. സോ ഞാനത് നിർത്തി ഗൈസ്. ഐ ബോട്ട് ദിസ് ബ്യൂട്ടിഫുൾ വൺ. ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് ഭയങ്കര ബൊഹീമിയൻ എന്നതിൻ്റെ മുകളിൽ ഗോൾഡ് ഉള്ള കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് ലുക്സ് സോ ഗുഡ്. ഈവൻ ഞാനൊരു ഡ്രസ്സ് ഇടാണെങ്കിൽ ഈവൻ ഈ ഡ്രസ്സിൻ്റെ പോലെ അത് മാച്ചായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ എത്ലിക്കിൻ്റെ ഒപ്പം പോകും, ഇങ്ങനത്തെ ജീൻസ് ടീഷർട്ടിൻ്റെ ഒപ്പം പോകും, എല്ലാത്തിനും പോകും. ഇറ്റ്സ് സോ ഗുഡ് ക്വാളിറ്റി ആൻഡ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് നെക്സ്റ്റ് വൺ. ഇനി അധികം സാധനങ്ങളില്ല, കുറച്ചൊന്നും ഞാൻ വെച്ചത്. കുറച്ച് ജ്വല്ലറീസ് ആണ്. വാവ്, ലുക്ക് അറ്റ് ദിസ്. വെഡിങ് സീസൺ നോക്കുന്നത് ഭംഗിയാണ്. വെഡിങ് സീസൺ അല്ല, നിങ്ങൾക്ക് എന്തായാലും സോ ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്, റിയലി സോ ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര ഇഷ്ടം. സോ അത് അങ്ങനെ വല്ല കുർത്തയോടൊക്കെ പെട്ടാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. സോ ഇതാണ് നെക്സ്റ്റ് വൺസ്. ദ ലാസ്റ്റ് തിങ് ടു ഷോ ഈസ് ദിസ് ആണ് കേട്ടോ. ഞാൻ കാണുന്ന സീരീസിനനുസരിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ പൊതുവെ ഇപ്പോൾ സീരീസ് കാണണമെന്നല്ല. ബിക്കോസ് എനിക്ക് അത്രയും പിന്നെ അതിനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ മൈൻഡ് ആകെ എനിക്ക് ആദ്യം സന്തോഷമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡൗൺ ആണെങ്കിൽ എന്തെങ്കിലും സീരീസ് കാണും. അപ്പോൾ എന്ന് വെച്ചാൽ മൈൻഡ് പിന്നെ ഫുൾ അതിൽ പോകുമല്ലോ, തിങ്ക് ചെയ്യണ്ടല്ലോ പറയാവുന്ന കാര്യം. സോ ഇപ്പം ഞാൻ കാണുന്നത് യങ് ഷെൽഡൻ ആണ്. യങ് ഷെൽഡൻ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പകുതിക്ക് വെച്ചിട്ടാണ് എന്തോ അതങ്ങനെ വലിയ പിന്നെ ഞാൻ വേറെ എന്തോ എന്നിട്ട് ഇതായി. അപ്പോൾ ഇപ്പോൾ ഓ മൈ ഗോഡ്, ഐ മീൻ സീസൺ 6 or 7 ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അത് കുട്ടികളെന്ന് മാത്രം പറയാൻ പറ്റില്ല, എന്നാലും അത് കുറച്ചൊരു കുട്ടീനെ കുറിച്ചിട്ടാണല്ലോ. അല്ലെങ്കിൽ അങ്ങനത്തെ മാജിക് ബുക്സ് ഉണ്ടെങ്കിൽ കിഡ്സിൻ്റെ ആനിമേഷൻ അങ്ങനെയല്ല, കിഡ്സ് ഉള്ള കുറേ ഇതുണ്ടാവല്ലോ, കുറേ മാജിക് ബുക്കിൻ്റെ അങ്ങനെ കിഡ്സിനെയാണ് ഭയങ്കര ഇഷ്ടം. എന്താ അറിയില്ല, കുറച്ചൊരു കിഡ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ. അപ്പം നമ്മൾ ലാസ്റ്റ് മേടിച്ചത് ഇതാണ്. ഇതൊരു ഹ്യൂമൻ ഹെയറിൻ്റെ ഡോണറ്റ് സ്ക്രഞ്ചിയാണ്. ഇതിൻ്റെ മോളിൽ കവർ ഇട്ടിട്ടാണ് വന്നത്. ഇങ്ങനെ കൂടിയതാണ്. ഇതൊന്നും കൂടി ഒന്ന് മെസ്സിയാക്കാം. ഇങ്ങനെ എടുക്കും. ഓക്കെ, കുറച്ചും കൂടി രസത്തിലും കെട്ടാൻ പറ്റും. എങ്ങനെ ഇത് കാണുമെന്ന് എനിക്കറിയില്ല. കുറച്ച് രസത്തിൽ കെട്ടാൻ പറ്റും. ഒന്നുകൂടെ ലൈറ്റ് ആയിക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇറ്റ് ലുക്സ് കുറച്ചും കൂടി ഉള്ളുള്ള പോലെ. അപ്പം നമുക്ക് ഇങ്ങനെ ഇടാം. ഹലോ, ഇറ്റ് ലുക്സ് സോ ക്യൂട്ട്. ഞാൻ ബ്രൗൺ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഉള്ളതുകൊണ്ട് ലാസ്റ്റ് അതും കൂടി മിക്സ് ആയി കണ്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെയല്ല കുറച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിലൊക്കെ ഇതിങ്ങനെ വെക്കണമെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും കണ്ടോ.
സോ അത്രയേ ഉള്ളൂ. സോ ഇനി ബാക്കിയുള്ള ഏതെങ്കിലും വീഡിയോയിൽ എനിക്ക് ബാക്കിൽ കുറച്ചും കൂടി ഇത് തോന്നിക്കുകയാണെങ്കിൽ എപ്പോഴും വെച്ചിട്ടുണ്ടാവും വിചാരിക്കരുത്. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ ഇത് വെച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ഇത് വെക്കാൻ സാധ്യതയുണ്ട്. അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ആമസോണിൽ സെയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം. അപ്പോൾ